ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. അപ്പോ ഇതാ നിങ്ങൾ ഏവരും ഒരുപാട് തവണ എന്നോട് കോമന്റിൽ ചോദിച്ചിട്ടുള്ള യെസ് ദ വൺ ആൻഡ് ഓൺലി സെമിനാർ റിപ്പോർട്ടുമായിട്ട് ഇതാ ഞാൻ വന്നിരിക്കുന്നു മക്കളെ. സോ ഗെറ്റ് റെഡി, ഹിയർ വി ഗോ. നമ്മളിങ്ങനെ പഠിക്കാൻ വേണ്ടി പോവാ കേട്ടോ. അടിപൊളിയായിട്ട് പഠിക്കണം. നമ്മുടെ ചാനലിൽ റീച്ചിലേക്ക് എത്തിച്ചേരണം കേട്ടോ. നിങ്ങൾ ഇത് 30K ആക്കി തരണം, അല്ല ഇത് 50K ആക്കി തരണം. നമ്മുടെ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടി തരണം. നമ്മുടെ ചാനലിലെ സകല വീഡിയോസ് കാണണം. ഒരു കാരണവശാലും ആഫ്റ്റർ ഇയർ +2 നമ്മുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. കാര്യം എന്താണെന്നറിയോ? പൊതുസമൂഹത്തില് ഒരുപാട് നീച പ്രവർത്തികൾ ചെയ്യുന്ന സമയത്ത് അതിനെതിരെ ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരു സമൂഹം ശബ്ദമുയർത്തേണ്ടതുണ്ട്. സോ നമ്മൾ ഒരുമിച്ച് ശബ്ദമുയർത്തണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നേ പറ്റൂ. അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടാവണം. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മുടെ ഈ ചാനലും നിങ്ങളുടെ അനിയന്മാർക്കൊക്കെ നമ്മൾ ഈ ചാനൽ എന്ത് ചെയ്യണം, എത്തിച്ചു കൊടുക്കണം. അവരുടെ ഹൃദയത്തിൽ തട്ടുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. സോ ഈ ഒരു വീഡിയോയിൽ അത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് സെമിനാർ റിപ്പോർട്ട്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. സോ ഹിയർ വി ഗോ. സോ ഒരു സെമിനാർ കഴിഞ്ഞാൽ നിങ്ങൾ എഴുതി കൊടുക്കേണ്ട എ സെമിനാർ ഹെൽഡ്. അപ്പൊ സെമിനാർ റിപ്പോർട്ട് എഴുതാൻ വേണ്ടി പോകട്ടെ. സെമിനാർ നടത്തി. നോക്കൂ, എ സെമിനാർ വാസ് കണ്ടക്ടഡ് ബൈ ആരാണ്? ABC സ്കൂൾ. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും കേട്ടോ. ഓൺ ഒരു ഡേറ്റ് കൊടുക്കുക, 16/2/24 അല്ലെ, മൺഡേ എന്നൊക്കെ കൊടുക്കാൻ പറ്റൂട്ടോ. ഇൻ ദ സ്കൂൾ ആട്രിയം, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ. ക്ലിയർ? ഫസ്റ്റ് ഇത് കഴിഞ്ഞു കേട്ടോ. അടുത്തത് ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് വിത്ത് ദ പ്രെയർ ഓഫ് സ്കൂൾ ക്വയർ. പിന്നെ ഇനി ഒന്നും അറിയാത്ത ആളുകള്, നമ്മൾ പണ്ട് സ്കൂളിൽ നോട്ടീസ് പഠിച്ചില്ലായിരുന്നോ 10ാം ക്ലാസ്സിൽ? ആ 10ാം ക്ലാസ്സിലെ പ്രോഗ്രാം ഡീറ്റെയിൽസ് മൈൻഡിൽ വന്നാൽ മതി. ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് വിത്ത് ദ പ്രെയർ ഓഫ് സ്കൂൾ ക്വയർ. എന്നിട്ടോ ഇൻ ദിസ് പ്രോഗ്രാം വെൽക്കം സ്പീച്ച് വാസ് ഡെലിവേർഡ് ബൈ സ്കൂൾ ലീഡർ അബു അല്ലെ. എന്നിട്ട് പ്രസിഡൻഷ്യൽ അഡ്രസ് വാസ് ഡെലിവേർഡ് ബൈ, ഒരാളുടെ പേര് കൊടുക്കുക. ഇനോഗ്രേഷൻ വാസ് ഡൺ ബൈ, അല്ലെങ്കിൽ ദിസ് പ്രോഗ്രാം വണ്ടർഫുള്ളി ഇനോഗ്രേറ്റഡ് ബൈ എന്ന് പറഞ്ഞിക്കാണ്ട് അങ്ങനെ 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 ഒരു വാസ് ഡെലിവേർഡ് ബൈ എന്ന് കയറ്റി കൊടുത്താൽ തന്നെ എഴുതാൻ പറ്റും. ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ വൃത്തിക്ക് സെറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. പഠിച്ചോ, അതിനല്ലേ നമ്മൾ ഇന്ന് തരുന്നത്. നോക്കൂ നിങ്ങൾ. ദ പ്രോഗ്രാം സ്റ്റാർട്ടഡ് വിത്ത് പ്രെയർ ഓഫ് സ്കൂൾ ക്വയർ, അല്ലെങ്കിൽ സ്കൂൾ ക്വയർ ടീം എന്നോ എന്തും കൊടുക്കാം കേട്ടോ. ആ ടീം. ഇനി അടുത്ത ഒരാളുടെ പേര് ഇപ്പൊ നോക്കൂ, അബു ഒരാളുടെ പേരാട്ടോ. ദ പ്രിൻസിപ്പൽ വെൽക്കംഡ് ഓൾ ഡിഗ്നിറ്ററീസ് ഗ്യാതേർഡ് ദേർ. അബു എന്ന് പറയുന്ന പ്രിൻസിപ്പൽ അവിടെ വന്ന ആളുകളുടെ കംപ്ലീറ്റ് വെൽക്കം ചെയ്തു. എന്നിട്ടോ ബാബു എന്ന് പറയുന്ന ഒരുത്തനുണ്ട് കേട്ടോ. ബാബു പ്രിസൈഡഡ് ഓവർ ദ ഫംഗ്ഷൻ. ബാബു ആണ് എന്ത് ചെയ്തത്? പ്രസിഡൻഷ്യൽ അഡ്രസ് നടത്തിയത്. അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ അഡ്രസ് വാസ് ഡെലിവേർഡ് ബൈ എന്ന് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അല്ലെ ബാബു presided over the function. ബാബുവിന്റെ വേണമെങ്കിൽ ഒരു പൊസിഷനും കൊടുക്കാം കേട്ടോ. ബാബു ആരാണ് പറ? സ്റ്റാഫ് സെക്രട്ടറി. അങ്ങനെ കൊടുക്കാൻ പറ്റൂ കേട്ടോ. അടുത്തത് ദ പ്രോഗ്രാം വാസ് ഇനോഗ്രേറ്റഡ് ബൈ ദ ചീഫ് ഗസ്റ്റ് ടോവിനോ തോമസ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അല്ലെ. ആ ടോവിനോ തോമസ് എന്ന് പറയുന്ന ആരാണ്? ദ ഫേമസ് ഫിലിം ആക്ടർ അല്ലെ. ഇനി നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ കൊടുക്കാൻ പറ്റും കിരൺ അല്ലെ. കിരൺ ആൻഡ് രത്ന, രണ്ടാളുടെ പേര് അല്ലെ. അല്ലെങ്കിൽ പിന്നെ കിരൺ ആൻഡ് രത്ന, അവരുടെ പോസ്റ്റ് കൊടുക്കാൻ പറ്റും. സ്റ്റാഫ് മെമ്പർ ആണ്, അല്ലെങ്കിൽ പിന്നെ അവരെന്താണ്, പിന്നെ HOD ഓഫ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, HOD ഓഫ് മലയാളം ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ കൊടുത്തതിന് ശേഷം ഗേവ് ഫെലിസിറ്റേഷൻ, അവർ ഫെലിസിറ്റേഷൻ ചെയ്തു കൊടുത്തു ടു ദ പ്രോഗ്രാം, ആ പ്രോഗ്രാമിന്. അങ്ങനെ ആളുകളുടെ പേരൊക്കെ കൊടുക്കുമ്പോഴും അവരുടെ പോസ്റ്റ് കൊടുക്കുമ്പോഴും സംഗതി വലുതാവില്ലേ നമുക്ക് വേണ്ടിയത് കേട്ടോ. നോക്കിക്കോളൂ. പേപ്പർ പ്രസന്റേഷൻ വാസ് മെയ്ഡ് ബൈ, ആരാണ് പേപ്പർ പ്രസന്റേഷൻ നടത്തിയത്? +2 സ്റ്റുഡന്റ് അല്ലെ, അഭിലാഷ് ആണ്. അഭിലാഷിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. അഭിലാഷിന്റെ കൂടെ 10ാം ക്ലാസ് പഠിച്ച എന്റെ മുത്ത് മാണിക്ക് 8-9 പഠിച്ച എന്റെ ഒരു മുത്തായിരുന്നു അഭിലാഷ് എന്ന് പറയുന്നത്. ആളിപ്പോ ജീവിച്ചിരിപ്പില്ല. അവന്റെ പേര് പറഞ്ഞ നമുക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അപ്പൊ അഭിലാഷ് ആണ് എന്ത് ചെയ്യുന്നത് പറ, പിന്നെ ഒരു പേപ്പർ പ്രസന്റേഷൻ നടത്തിയത്. പിന്നെ ആ പേപ്പറിന്റെ പേര് ഇവിടെ കൊടുക്കാം കേട്ടോ. അഭിലാഷ് +2 സ്റ്റുഡന്റ് അഭിലാഷ്. എന്താണോ ആ ഒരു പേപ്പറിന്റെ പേര് നിങ്ങൾ എന്താടാ ഉദ്ദേശിച്ചത്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നാച്ചുറിനെ കുറിച്ചാണ് ഇത് എഴുതുന്നതെങ്കിൽ ഒരു പേപ്പർ ട്രീ ആൻഡ് വാട്ടർ, മരവും വെള്ളം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഒരുത്തനൊരു പേപ്പർ പ്രസന്റേഷൻ നടത്തി. സിമ്പിൾ പേപ്പർ കൊടുത്താൽ മതി. വെറുതെ ജയ്ജാൻഡിക്കായിട്ടുള്ള സാധനം ഒന്നും ആലോചിക്കാണ്ട് ഇടങ്ങാറാവണ്ട കേട്ടോ. ആൻഡ് അല്ലെ, പിന്നെ ഇപ്പൊ ആൻഡ് ടീച്ചേഴ്സ്, പിന്നെ ആ പേപ്പറിന്റെ പേര് കൊടുക്കാൻ പറ്റൂട്ടോ. അടുത്ത് ദേ ഷെയർഡ് ദെയർ എക്സ്പീരിയൻസ്. ഇവിടെ വേണി 1-2 ആൾക്കാരെ കൊടുക്കാട്ടോ. ആൻഡ് ദേ ഷെയർഡ് ദെയർ എക്സ്പീരിയൻസ് ഇൻ ദിസ് മാറ്റർ. അവരൊക്കെ എന്ത് ചെയ്തു? അവരുടെ എക്സ്പീരിയൻസ് ഈ മാറ്ററിൽ ഷെയർ ചെയ്തു. ദേ ടോൾഡ് മെനി തിങ്സ് അബൌട്ട് ഇറ്റ്. അവർ ഇതിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. ഇതിനെ കുറിച്ച് കേട്ടോ. ആ ടോപ്പിക് അവിടെ മുകളിലുണ്ടാവും. ആൻഡ് ഗേവ് സോ മെനി സജഷൻസ് ഫോർ ദി ഫർദർ ഡെവലപ്മെന്റ്സിന് വേണ്ടി അവർ ഒരുപാട് സജഷൻസ് നൽകി. ദ പ്രോഗ്രാം കെയിം ടു ആൻ എൻഡ് വിത്ത് വോട്ട് ഓഫ് താങ്ക്സ് ഗിവൺ ബൈ വാർഡ് മെമ്പർ സരസു
അല്ലെ വാർഡ് മെമ്പർ സരസു ആണ് പരിപാടിക്ക് എന്ത് ചെയ്തത് പറ ഫെലിസിറ്റേഷൻ സോറി വോട്ട് ഓഫ് താങ്ക്സ് നൽകിയത് കേട്ടോ. ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. പൊള്ളി പരിപാടിയായിരുന്നു, എക്സൈറ്റിംഗ് ആയിരുന്നു, അമ്യൂസിങ്, ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. തൗസൻഡ്സ് ഓഫ് സ്റ്റുഡൻസ് വിറ്റ്നസ്ഡ് ദ പ്രോഗ്രാം. ആയിരക്കണക്കിന് കുട്ടികൾ, വേണേ കുറച്ച് കുറക്കാട്ടോ, ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ് ആക്കാട്ടോ, വേണേ കുറച്ച് കുറക്കാട്ടോ, ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഗ്യാതേർഡ് ടു വിറ്റ്നസ് ദ പ്രോഗ്രാം ലാസ്റ്റ്. ഇറ്റ് വാസ് വൺ അമംഗ് ദ ബെസ്റ്റ് പ്രോഗ്രാംസ് ദാറ്റ് വാസ് കണ്ടക്ടഡ് ഇൻ അവർ സ്കൂൾ. നമ്മുടെ സ്കൂളിൽ നടത്തിയിട്ടുള്ള പ്രോഗ്രാമുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രാംസ് ആയിരുന്നു ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാണ്ട് ഇന്റെ മക്കൾ എഴുതി കൊടുത്താൽ സെമിനാർ റിപ്പോർട്ടിന് മാർക്ക് ഇട്ട് പോകുന്നു. സോ ഹാപ്പി ആയില്ലേ? ഇപ്പോ ഇനി ആ കംപ്ലൈന്റ് തീർന്നില്ലേ? അപ്പൊ ഇനി റാൻസ് +20 ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് നിങ്ങളെ ജൂനിയേഴ്സിന് എത്തിച്ചു കൊടുക്കൂലേ? അവർ പഠിക്കട്ടെ, നമുക്ക് അവരെ പഠിപ്പിക്കണം. വരാനിരിക്കുന്ന ഒരു തലമുറ അല്ലേ, അവരെ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ? അവരുടെ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു പൊസിഷനില്ലേ, ആ ആഗ്രഹിക്കുന്ന പൊസിഷനിലേക്ക് ഞാൻ എത്തിച്ചു കൊടുക്കാടാ. So get ready. So this is me, your Shafi Muhammad. Welcome to Rans Learning Portal. Bye bye.